ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി തങ്ങൾ 2 ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. നമ്മൾ മരിച്ചു കിടക്കുന്ന ഖബറാളിയെ കുറിച്ച് ചിന്തിക്കണം. ഖബറിന്റെ അരികിലൂടെ നടന്നുപോയപ്പോൾ നബി തങ്ങൾ ഈ സ്വഹാബത്തിനോട് പറയാണ്, ഇന്നഹുമാ യുഅദ്ദിബാൻ, ഈ ഖബറിനകത്ത് കിടക്കുന്ന 2 പേര് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദിബാനി ഫീ കബീർ, ഇവർ വലിയ വലിയ തെറ്റൊന്നും ചെയ്തവരല്ല. വലിയൊരു ഹറാമ് ചെയ്തു അതൊന്നുമല്ല, പക്ഷെ എന്നിട്ടും അവര് ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വ്യക്തി മലമൂത്ര വിസർജനത്തിൽ പാലിക്കേണ്ടുന്ന പ്രധാന മര്യാദകൾ പാലിക്കാറില്ലായിരുന്നു. മറ സ്വീകരിക്കൂല, പരസ്യമായി മൂത്രയിക്കും. അവന്റെ ശരീരഭാഗം വേറെ ആൾക്കാർ കാണും. നേരെ ഓപ്പണായി കിബിലക്ക് നേരെ നിന്നുകൊണ്ട് മൂത്രയിക്കും. ഇങ്ങനെ മൂത്രത്തിന്റെ മലമൂത്ര വിസർജനത്തിന്റെ മര്യാദ പാലിക്കാത്തവൻ ഖബറിനകത്ത് അദാബില്ലായി അനുഭവിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി ഏഷണി കൊണ്ട് ദുനിയാവിൽ നടന്നവനാണ്. ജനങ്ങളെ പറ്റി ഇല്ലാത്തത് പ്രചരിപ്പിക്കുക, അത് ആളുകളിലേക്ക് ഫോർവേഡ് ചെയ്യുക. നമ്മാമു, ഏഷണിക്കാരൻ, തമാശ പറയുമ്പോ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ ഏഷണി പറഞ്ഞു നടക്കുന്നവനെ നിന്നെ വിടാൻ കഴിയില്ല, നിന്നെ ഖബറിലും നിന്നെ പിടികൂടിക്കൊണ്ടിരിക്കും. മറ്റൊരാളെ പറ്റി പറയാണ്, അവൻ കളവിന്റെ വക്താവാണ്. കളവ് പറയുന്ന പ്രവർത്തിക്കുന്ന വ്യക്തി ഖബറിനകത്ത് ശിക്ഷിക്കപ്പെടുകയാണ്. ഇന്നഹുർ റജുൽ, അവൻ യഗ്ദൂ മിൻ ബൈതിഹി, അവന്റെ വീട്ടിൽ നിന്ന് രാവിലെ അങ്ങ് ഇറങ്ങും. ഫയക്ദിബുൽ കദിബ, എന്നിട്ട് ജനങ്ങളോട് മുഴുവൻ ഓരോ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. അത് രാഷ്ട്രീയമാകാം, കായികമാകാം, വിനോദമാകാം, മതപരമാകാം, സംഘടനയാകാം, പ്രാസ്ഥാനികമാകാം. ഒരു വ്യക്തി അയാൾ കളവ് പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ആ മനുഷ്യനെ കുറിച്ച് പറയാണ് അയാൾ ഏതോ കുഗ്രാമത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ ലോകം മുഴുവൻ അത് എത്തിയിട്ടുണ്ടാകും. ഒന്ന് വിരലമർത്തി പിടിച്ചാൽ, ഒന്ന് കൈയമർത്തിയാൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് നല്ലത് പ്രചരിപ്പിക്കാനും ചീത്ത പ്രചരിപ്പിക്കാനും പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് ലോകം മുഴുക്കെ പ്രചരിപ്പിക്കുന്ന പോലെ വ്യാപക കളവിന്റെ വക്താവാണെങ്കിൽ ഖബറിൽ അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്തൊരാൾ ഫറജുലുൻ, അയാൾ അല്ലമഹുല്ലാഹുൽ ഖുർആൻ, നല്ല ഖുർആൻ പഠിച്ച ഒരാളാണ്. അങ്ങനെ രാത്രി അയാൾ കിടന്നുറങ്ങും. വലം യഅമൽ ബിഹിൻ നഹാർ, പഠിച്ചതൊന്നും അയാൾ പ്രവർത്തിക്കാൻ സന്നദ്ധരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, വയനാമു അനിസ്വലാത്തിൽ മക്തൂബ. മറ്റൊരാൾ, അവന്റെ പ്രത്യേകത, അവൻ ഫർളു നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങാണ്. ഈ പ്രശ്നം അനുഭവിക്കുന്നത് 2 സമയത്താണ്. ഒന്നുകിൽ സുബഹിന്റെ സമയത്ത്, അല്ലെങ്കിൽ അസറിന്റെ സമയത്ത്. ഈ 2 നമസ്കാരങ്ങളെ ശ്രദ്ധിച്ചോ, പുതപ്പിനുള്ളിലാകുന്ന നിസ്കാരമാണ്. ആ നമസ്കാര സമയത്ത് ഉറക്കത്തിലായി നമ്മൾ കടന്നു പോകുന്നുവെങ്കിൽ ഖബറിനകത്ത് അയാൾ ശിക്ഷിക്കപ്പെടുന്നു. അടുത്തത് ആഖിലർ റിബ, പലിശ തിന്ന് ജീവിക്കുന്നവനെ പരലോകത്ത് നരകത്തിലേക്ക് എത്താൻ നീ കാത്തിരിക്കണ്ട. നിന്റെ ഖബർ മുതൽ നിന്നെ അദാബ് വേട്ടയാടിക്കൊണ്ടിരിക്കും. വ്യഭിചാരത്തിന്റെ എന്തെങ്കിലും അംശം കയ്യിലുണ്ടോ? വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും സാധനങ്ങൾ നമ്മുടെ കണ്ണിലോ നമ്മുടെ ജീവിതത്തിലോ ഹൃദയത്തിലോ കൊണ്ട് നടക്കുന്നുണ്ടോ? നീ പരലോകത്തെത്താൻ കാത്തുക്കണ്ട, മരിച്ചത് മുതൽ നീ അനുഭവിക്കേണ്ടി വരും. ഹദീസിൽ പറഞ്ഞൊരു ചെറിയ സംഭവം കൂടെ കാണാൻ സാധിക്കും. കടമുണ്ടായിട്ട് വീട്ടാൻ മടി കാണിക്കുന്നവർ ഖബർ മുതൽ അദാബ് അനുഭവിക്കും. കടം മേടിച്ചു കൂട്ടും, തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. തിരിച്ച് ചോദിക്കുന്നതോ അവന് ദേഷ്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഅദ് ഇബ്നുൽ അത്വൽ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ മരണപ്പെട്ടു. സഹോദരൻ മരിച്ചപ്പോ ചെറിയ കടബാധ്യത വന്നു. നബി തങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ സഹോദരനാണ് നബിയെ, അദ്ദേഹത്തിന് ചില കടങ്ങളൊക്കെയുണ്ട് എന്ന് പറഞ്ഞപ്പോ നിന്റെ സഹോദരന് കിട്ടേണ്ടുന്ന ഒരു വലിയ സുഖാനുഗ്രഹങ്ങൾ അല്ലാഹു തആല പിടിച്ചു വെച്ചിരിക്കുകയാണ് ഖബറിൽ.
സ്വർഗത്തിന്റെ പരിമളം കിട്ടേണ്ടുന്ന വ്യക്തിക്ക് നീ വീട്ടാത്ത കടത്തിന്റെ പേരിലാണ് ഫദ്ഹബ്, നീ വേഗം പോകണം. ഫഖ്ദി അൻഹു, അദ്ദേഹത്തിന്റെ കടം വേഗം വീട്ടാൻ നോക്കണം. നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ 3 എങ്ങനെ കഴിക്കണം, 40 ആരൊക്കെ വിളിക്കണം, ഏത് പോത്തിനെ നമ്മൾ ബുക്ക് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഒരു മയ്യത്തിന് ഹജ്ജ് കടമുണ്ടോ, അത് വീട്ടണം. ആരും ചർച്ച ചെയ്യൂല. മയ്യത്തിന് സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും ഉണ്ടോ, വേഗത്തിൽ അത് വീട്ടിക്കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഖബറിൽ പിടിക്കപ്പെടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു നല്ല മരണം കിട്ടണം. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിൽ ഒരു തണൽ കിട്ടണം. നമ്മൾ മരിച്ചാൽ ബർസഖിന്റെ നാൾ വരെ നമുക്ക് സ്വർഗ്ഗത്തിന്റെ സുഗന്ധങ്ങൾ കിട്ടണമെങ്കിൽ നല്ല ഒരു ജീവിത വിശുദ്ധ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കടന്നു വരണം.